നെക്സ്റ്റ് നമ്മൾ CSS Selectors ഉപയോഗിച്ച് നമുക്കെങ്ങനെ നമ്മുടെ HTML elements ആക്സസ് ചെയ്യാം. ഡോമും ജാവാസ്ക്രിപ്റ്റും ഉപയോഗിച്ച് നമുക്കെങ്ങനെ HTML element ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. സോ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിൻ്റെ പേരാണ് query selector all. സോ നമ്മൾ CSSൽ നമുക്കറിയാം നമ്മൾ വിവിധ തരത്തിൽ നമ്മൾ എലമെൻറ്റുകൾ ആക്സസ് ചെയ്യും. ഒന്ന് ടാഗ് നെയിം ഉപയോഗിച്ച് ആക്സസ് ചെയ്യും. അതുപോലെ തന്നെ ക്ലാസ് നെയിം ഉപയോഗിച്ച് ആക്സസ് ചെയ്യും. ക്ലാസ് നെയിം ആണെങ്കിൽ നമ്മൾ ഡോട്ട് ക്ലാസ് നെയിം ഏതാണ് ക്ലാസിൻ്റെ പേര് ആ ക്ലാസ് നെയിം കൊടുക്കും. അതുപോലെ നമ്മൾ ID നെയിം ഉപയോഗിച്ച് ചെയ്യും. ID നെയിം ആണെങ്കിൽ നമ്മൾ ഹാഷ് സിമ്പിൾ കൊടുത്ത ശേഷം നമ്മൾ ID നെയിം കൊടുക്കും. ഇതുപോലെ വിവിധ രീതിയിൽ നമ്മൾ CSSൽ നമ്മൾ എലമെൻറ്റ്സ് സെലക്ട് ചെയ്യുന്നതാണ്. സോ ഇവയാണ് പ്രധാനപ്പെട്ട CSS Selectors. ഈ 3 CSS Selectors നമുക്കെങ്ങനെ ഈ query selector all എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാമെന്ന് നോക്കാം. അതുപയോഗിച്ച് നമുക്ക് DOM എലമെൻറ്റ്സ് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനിവിടെ HTMLൽ 3 H1 എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. HTML, Java, Python. സോ H1ന് ഞാൻ ഒരു ID നെയിം കൊടുക്കുന്നു. സോ ഞാനിതിൽ head 1 എന്ന് കൊടുക്കുന്നു ID നെയിം. അതുപോലെ ഇതിൻ്റെ ക്ലാസ് നെയിം H ക്ലാസ് എന്ന് കൊടുക്കുന്നു. സോ ക്ലാസ് നെയിം നമുക്ക് ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സിന് കൊടുക്കാൻ സാധിക്കും. സോ ഞാൻ ബാക്കി 2 H1 ടാഗിനും സെയിം ക്ലാസ് നെയിം കൊടുക്കുന്നു. ID നെയിം ആദ്യത്തെ H1ന് മാത്രം ഒരു ID നെയിം കൊടുക്കുന്നു. ID നെയിം യുണീക്ക് ആയിരിക്കണം. സോ നമ്മൾ ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. ശേഷം നമ്മളിവിടെ sample.jsൽ വരുന്നു. ആദ്യമായി ചെയ്യുന്നത് ടാഗ് ഉപയോഗിച്ച് നമുക്കെങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനിവിടെ var a $document.query selector all എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നു. ശേഷം ബ്രാക്കറ്റിനുള്ളിൽ ഞാൻ H1 എന്ന് പറയുന്ന ടാഗ് നെയിം കൊടുക്കുന്നു. ശേഷം ഞാൻ ഈ എയുടെ വാല്യൂ ഞാൻ കൺസോളിൽ പ്രിൻറ്റ് ചെയ്യുന്നു. console.log a എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ സേവ് ചെയ്ത് കൺസോൾ ചെക്ക് ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ഇൻസ്പെക്ട്. ശേഷം നമ്മൾ കൺസോൾ സെലക്ട് ചെയ്യുന്നു. സോ നമുക്കിവിടെ നോഡ് ലിസ്റ്റ് വരുന്നു. നമുക്കിവിടെ കാണാം 3 H1 എലമെൻറ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. ഓരോന്നിനും ഓരോ ഇൻഡെക്സ് നമ്പർ ഉണ്ടായിരിക്കും 0, 1, 2. സോ ഇതൊരു ലിസ്റ്റായിട്ടാണ് വരുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച HTML കളക്ഷനെ പോലെ ഇതൊരു ലിസ്റ്റായിട്ടാണ് വരുന്നത്. സോ ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കണം. സോ നമുക്ക് ആദ്യത്തെ HTMLൻ്റെ ഈ HTML എന്ന് പറയുന്ന ഇതൊന്ന് ആക്സസ് ചെയ്ത് നോക്കാം. സോ നമ്മൾ ആദ്യമായി ചെയ്യുന്നത് A എന്ന് കൊടുക്കുന്നു. അതിൻ്റെ ആദ്യത്തെ H1ൻ്റെ ഇൻഡെക്സ് നമ്പർ 0 ആണ്. 0.innerHTML നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ മാറ്റുന്നു. ലേൺ HTML എന്ന് കൊടുക്കുന്നു. ആദ്യം ഇവിടെ HTML എന്നായിരുന്നു, നമ്മൾ ലേൺ HTML എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. നമുക്കവിടെ ലേൺ HTML എന്ന് വരുന്നു. സോ സെയിം ഞാൻ കോഡ് കോപ്പി ചെയ്ത് താഴെ കൊണ്ടുവന്നതിന് ശേഷം A1ൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്യുന്നു. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെയാണ്. കളർ ഞാൻ ചേഞ്ച് ചെയ്യുന്നു. ഞാൻ റെഡ് എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജാവ എന്ന് പറയുന്നത് റെഡ് കളറിൽ ലഭിക്കുന്നു. സോ ഇതുപോലെ നമുക്ക് ഈ query selector all എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് CSS Selector ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ടാഗ് നെയിം ആക്സസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ക്ലാസ് നെയിം ഉപയോഗിച്ച് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മുടെ H ക്ലാസ് എന്ന് പറയുന്ന ഈ ക്ലാസ് നെയിം നമുക്കിവിടെ ലഭ്യമാണ്. ഈ ക്ലാസ് നെയിം നമ്മൾ ഓൾറെഡി ഇവിടെ 3 H1 എലമെൻറ്റിനും കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ JS ഫയലിൽ വന്നതിന് ശേഷം നമ്മൾ ഡബിൾ കോട്ടിനുള്ളിൽ ഡോട്ട് കൊടുക്കുക. അതിനുശേഷം ക്ലാസ് നെയിം കൊടുക്കുക H ക്ലാസ്. അതിനുശേഷം നമുക്ക് കൺസോളിൽ A ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ console.log A സേവ് ചെയ്ത് നമ്മൾ കൺസോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നേരത്തെ ലഭിച്ച പോലെ നോഡ് ലിസ്റ്റ് ലഭിക്കുന്നതാണ്. അതിൽ 0H1, 1H1, 2H1 3 H1 എലമെൻറ്റ് ഇതുപോലെ ഓരോ ലിസ്റ്റായി ലഭിക്കുന്നതാണ്. സോ ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് A0 ആണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ 0.style.color റെഡ് എന്ന് കൊടുക്കുന്നു. റെഡ് എന്ന് കൊടുത്ത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HTML റെഡ് എന്ന് പറയുന്ന കളർ ലഭിക്കുന്നു. അതുപോലെ നമുക്ക് ജാവയുടെ ടെക്സ്റ്റ് മാറ്റാം. സോ നമ്മൾ എലമെൻറ്റ് 1 ആണ് അതിനുശേഷം ഇന്നർ HTML ഞാൻ ലേൺ ജാവ എന്നാക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേൺ ജാവ എന്ന് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു ക്ലാസ് നെയിം ഇതുപോലെ query selector all ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. query selector all ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു ലിസ്റ്റാണ് ലഭിക്കുന്നത്. ആ ലിസ്റ്റിൽ നമുക്ക് അതിനുശേഷം നമുക്ക് പ്രത്യേക എലമെൻറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻഡെക്സ് നമ്പർ ഇതുപോലെ കൊടുത്താൽ മതി. ഇനി സെയിം നമ്മൾ അതുപോലെ ID നമ്പർ ഉപയോഗിച്ച് നമ്മൾ ഈ എലമെൻറ്റ് ആക്സസ് ചെയ്യാൻ പോവുകയാണ്. സോ H1ൻ്റെ ID നമ്പർ എന്ന് പറയുന്നത് head 1 ആണ്. സോ ഞാനിവിടെ query selector all എന്ന് കൊടുത്ത ശേഷം നമ്മൾ CSS Selectorൽ CSSൽ സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെ
ഒരു ഹാഷ്ടാഗ് കൊടുക്കുക, അതിനുശേഷം ID നെയിം കൊടുക്കുക head1. ശേഷം നമ്മൾ കൺസോളിൽ നമ്മളിത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ console.log സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എലമെൻറ്റ് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കാം. സോ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺസോളിൽ നമുക്ക് ഒരു ലിസ്റ്റ് ലഭിക്കും. ആ ലിസ്റ്റ് എന്ന് പറയുന്നത് 0h1 ആയിരിക്കും. സോ ഇനി നമുക്കിത് ഉപയോഗിച്ച് ആദ്യത്തെ h1 എലമെൻറ്റിൻ്റെ കണ്ടൻറ്റും മറ്റുമെല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഞാനിവിടെ നമുക്ക് ലഭിക്കുന്നത് ഒരു ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ .innerHTML ഈക്വൽ ടു നമ്മൾ ലേൺ എന്ന് കൊടുക്കുന്നു. സോ നമുക്ക് അവിടെ ലേൺ എന്ന് ലഭിക്കുന്നു. സോ അതുപോലെ നമുക്ക് കഴിയുന്നത് നമ്മൾ ID ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ID യുണീക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ query സെലക്ടർ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. query സെലക്ടർ ഓൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. query സെലക്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ID നെയിം ഇവിടെ ഇതുപോലെ കൊടുത്താൽ മതി head1. കാരണം ID നെയിം നമ്മൾ യുണീക്ക് ആയിരിക്കും നമ്മുടെ HTML എലമെൻറ്റിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലിസ്റ്റ് ലഭിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ .innerHTML ഈക്വൽ ടു ലേൺ ജാവ എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേൺ ജാവ എന്ന് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമ്മൾ സിംഗിൾ നമ്മൾ ID ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സിംഗിൾ എലമെൻ്റ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ query സെലക്ടർ കൊടുക്കാം. സോ നമുക്കൊരു ലിസ്റ്റായിട്ടാണ് വേണ്ടതെങ്കിൽ query സെലക്ടർ ഓൾ കൊടുക്കാം. സോ നമ്മൾ ID ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ബെസ്റ്റ് നമ്മൾ query സെലക്ടർ മെത്തേഡാണ് ഉപയോഗിക്കുന്നത് നല്ലത്. query സെലക്ടർ ഓൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻഡെക്സ് നമ്പർ നമ്മുടെ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് നമ്പർ കൊടുക്കേണ്ടി വരും. ഇത്തരത്തിൽ നമുക്ക് CSS സെലക്ടേഴ്സ് ഉപയോഗിച്ചും നമ്മുടെ എലമെൻറ്റ്സ് ഡൊമൈൻ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.